Okay, 1 minute. അല്ല മാഡം ഞാനൊരു കാര്യം പറയട്ടെ മാഡം. ഞാനിവിടെ ആദ്യം വണ്ടി കൊണ്ടുവന്നു മാഡം. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് വണ്ടി കിടപ്പുണ്ടായിരുന്നു മാഡം. അപ്പൊ അന്നേരം ഒന്നും ഒരു അനൗൺസ്മെന്റ് ഇല്ലായിരുന്നു. പെട്ടെന്ന് നമ്മൾ വന്നപ്പോൾ മാത്രം എന്താ അനൗൺസ്മെന്റ്. കുറച്ച് ദിവസമായി മാഡം ഈ പീഡിയിലുള്ള ആൾക്കാരുടെ സംസാരം നമ്മുടെ അടുത്തോട് ഒട്ടും ശരിയല്ല മാഡം. അതെ അതെ വാസു. See, it's not like that. We were not here. We were in another situation. Like we had a meeting with the DOJ and all those things. Now we became free and later we started patrolling. Okay. So the different units were in different position. Then one of the officers came here and we found there was so many vehicles here. Madam. So they put an announcement. മാഡം മുന്നേ ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ ഗ്യാങ് വണ്ടിയൊക്കെ ഇട്ട് സംസാരിക്കുന്നതായിരുന്നു. അല്ല സാറ് അത് പറഞ്ഞിരുന്നു കുഴപ്പമൊന്നുമില്ലാന്ന്. ആരായിരുന്നല്ലോ ആരോ പറയുന്നത് കേട്ടെ. അവന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കാൻ മാം സീരിയസ്ലി ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ഈ ബീച്ചിന്റെ സൈഡില് നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല. വി ആർ നോട്ട് ഡ്രൈവിംഗ് ഹിയർ. നമ്മൾ ഐഡിലായിട്ട് വണ്ടി ഇട്ടേക്കാണ്. നമ്മൾ ഇവിടെ കാറ്റും കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്താണ്? Sir, the vehicle did not come here by just like that. No, you drove and came here, right? Yeah, we drove and came here. What's the issue? ഇപ്പോ നമ്മൾ ഇവിടെ വെള്ളം ഓടിക്കുന്നില്ലല്ലോ. പിന്നെ വണ്ടി അത് പറക്കുവോ? വണ്ടി മാറ്റുന്നില്ല. എന്താ പ്രശ്നം? ഇവിടെ ഏത് സിറ്റുവേഷനാ കുഴപ്പം നോക്കാലോ. ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിവിടെ വയലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അടി ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഐഡിയലായിട്ട് വണ്ടി ചുമ്മാ ഇവിടെ ഇട്ടേക്കോ. നിങ്ങളുടെ പ്രശ്നം എന്താ? നമ്മളിവിടെ യാതൊരു പ്രശ്നം ഉണ്ടാക്കുക. അല്ല അങ്ങനെ നമുക്ക് വി ഡോണ്ട് വാണ്ട് ടു ഡിസ്റെസ്പെക്ട് യു ഗൈസ്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഞങ്ങള് സമാധാനത്തോടു കൂടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി വന്നപ്പോൾ മാത്രം നിങ്ങൾക്ക് ഈ പെട്ടെന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയണം. ഫസ്റ്റ് കാര്യം അത് മാത്രമല്ല നമ്മുടെ വണ്ടി മാത്രമല്ല, ഇവിടെ ഓൾറെഡി എല്ലാ വെഹിക്കിളും. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് മറ്റേ സൗകര്യം സീരിയസ് ആയിട്ട് പറയാം. നമ്മളിവിടെ ഒന്നും കടലിലെ കാറ്റ് കൊള്ളാൻ ഇപ്പൊ റോഡിൽ പോയിരുന്നു. ഞാനൊരു കാര്യം പറ്റേ, നമ്മൾ ഇത്രയും സിറ്റീസ് ഉണ്ട് സാറേ നമ്മൾ ഇത്രയും സിറ്റീസ് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കണ്ടായിരുന്നു. നിങ്ങൾ വന്നപ്പോഴാണ് ഇപ്പോൾ സമാധാനക്കേടായത്. അതിന് വെഹിക്കിള് ബീച്ചിലോട്ടൊക്കെ വെള്ളത്തിൽ ചവിട്ടിട്ട് നേരെ വണ്ടി കയറി അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ നമ്മുടെ മോട്ടീവ്. അല്ലാണ്ട് നമ്മളോടൊന്നും വയലേറ്റ് ചെയ്യുന്നില്ലല്ലോ. എന്റെ പൊന്നെ മാം, ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നെങ്കിൽ മലയാളത്തിൽ സംസാരിക്കുന്നത് അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുന്നില്ല. മാം എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സാർ, ഞങ്ങളിവിടെ ആരും ഒരു ഉപദ്രവം ഉണ്ടാക്കിയില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ സംസാരം ആവാനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മളത് അനുസരിക്കുന്നില്ലെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് പേടിയായിട്ട് ഉള്ള കോൺവെർസേഷൻ അത്രയ്ക്ക് നന്നായിട്ടല്ല പോകുന്നത്. ആൻഡ് നമ്മുടെ കൂട്ടത്തില് ഒരാൾക്കെതിരെ നിങ്ങൾ വാറന്റ് കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. സോ അപ്പം സാർ അത് വാറന്റ് ഇഷ്യൂ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേടി വെഹിക്കിളിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. സാർ നിങ്ങൾ എന്താ സാറേ വേറൊരു കാര്യം ചോദിക്കട്ടെ സാറേ, ഇവിടെ ഇപ്പം ഇന്ന് ഇതേപോലെ നടന്ന മൾട്ടിപ്പിൾ ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ബാക്കി വണ്ടികൾ കിടക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല. നമ്മുടെ സാർ ഞങ്ങളിത് ചെയ്യുമ്പോഴല്ല സാർ, ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി ഇവിടെ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു സാർ. കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തതല്ല സാർ. ഓൾറെഡി നമ്മൾ മാഡം ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ സിറ്റിസൺ വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല, പക്ഷെ ഗ്യാങ് വണ്ടി കൊണ്ടുവരുമ്പോ അപ്പൊ ചോദിക്കാൻ വരാറുണ്ട്. മാം സിമ്പിൾ ആയിട്ട് കാര്യം ചോദിച്ചോട്ടെ, നമ്മള് കണ്ണിൽ കാണുന്ന എല്ലാ വണ്ടിയും നമ്മൾ പറയാറുണ്ട്. നമ്മൾ വണ്ടി ഇട്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? എന്ത് റൂളാണ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നത്? Okay, so if you have problem with that, come to DOJ. Let's talk to the judge. നമ്മൾ ഇവിടെ വല്ല മീനും പിടിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ സൈഡിൽ വണ്ടി so basically you are questioning the rules of the questioning the rules of your shit. എന്തോ ചെയ്യും. I am questioning your shit. എന്തോ ചെയ്യും.
ഇപ്പൊ PD ഒന്ന് സംസാരിക്കണോ? കടലിന്റെ സൈഡില് വണ്ടി ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ PD വന്ന് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഇപ്പൊ തൽക്കാലം വണ്ടി മാറ്റാൻ സൗകര്യം. കടലിറക്കി കാറ്റ് നമ്മൾ വല്ല മീൻ പിടിക്കണോ? മത്സ്യമാണോ? See, I'm not very comfortable in Malayalam, but anyway, I'll try to speak. It's okay, fine. English പറഞ്ഞോ, it's okay, fine. Okay, see, the thing is, if you feel that PD is having problem with your family, kindly please come to PD, let's talk about it. Okay, as far as a deputy chief of PD, I'm telling you, it is not like that. So, it is not because of your family vehicle here, and if you feel like that from our side, we'll definitely try to look into it. That is how we are supposed to do it, right? മനസ്സിലാവാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വയലേറ്റ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന തെറ്റ്? Okay, listen. So this area is lot of people are there, correct? So there was a complaint that so many vehicles are coming here, so people are getting hit by the vehicles. Okay, so there was a complaint in the government. The government told that. Sir, interactive. Okay, yeah, the exact details. We did not tell anything extra, anything like lower also. We told them what exact situation happened over there. Okay, so there is an investigation going on. As a part of the investigation, the judge Sharafuddin sir issued a warrant against him. It is not we issued the warrant. Okay, so we told everything to the judge. So the judge is the one who issued the warrant against him. Sir, I hope you understand that. Okay. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മാം. ഇത് ശരിക്കും ബാക്കിയുള്ള സിറ്റിസൺസിന്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റത്തില്ല. മാഡത്തിന് ചിലപ്പോൾ റൂൾ അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും മാഡം പേര് മെൻഷൻ ചെയ്തത്. ഞാൻ ആ പേര് മെൻഷൻ ചെയ്യുന്നില്ല. മെൻഷൻ ചെയ്യാതെ തന്നെ ഞാൻ പറയാം, ഞാൻ അവരെ മീറ്റ് ചെയ്തിരുന്നു. ഇന്ന് മീറ്റ് ചെയ്തപ്പോൾ എനിക്കറിയാൻ പറ്റിയത് PDയുടെ സൈഡിൽ നിന്ന് അത്രയ്ക്ക് പ്രഷറായിട്ടാണ് അത് ആ വാറന്റ് നിങ്ങൾ മേടിച്ചെടുത്തതെന്നാണ്. ലൈക്ക് അവർ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മളെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം. നിങ്ങളത് നിങ്ങളുടെ PDയുടെ സൈഡിൽ നിന്ന് അത്രയും പ്രഷർ കൊടുത്ത് അത് നമ്മുടെ സൈഡ് POV പോലും കേൾക്കാതെയും സംസാരിക്കാതെയും നിങ്ങൾ അറസ്റ്റ് വാറന്റ് മേടിച്ചെടുത്തതാണെന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞതാണ്. One more thing, let me. One second. Chloe, one second. Okay. നമുക്കൊന്ന് സംസാരിച്ചാലോ? കുറച്ച് വെള്ളം കൂടി. Yeah, please come. Madam, you continue. You continue. ഓക്കെ സാർ പറഞ്ഞു. ഓക്കെ, ഈ അറസ്റ്റ് വാറന്റിന്റെ കേസ് ആരാ നിങ്ങളോട് പറഞ്ഞേ? ആക്ച്വലി അറസ്റ്റ് വാറന്റിന്റെ കേസ് ഓൾറെഡി സാർ എനിക്ക് ഇവിടെ സിറ്റിസൺസ് ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. വേറെ അങ്ങോട്ടൊന്ന് മാറിയിരിക്കാണ്. ഓക്കെ, ഈ അറസ്റ്റ് വാറന്റിന്റെ കാര്യം ആരാ പറഞ്ഞേ നിങ്ങളോട്? അറസ്റ്റ് വാറന്റിന്റെ കാര്യം സാർ സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ സാറേ. നിങ്ങൾ PDയിൽ വിശ്വസിച്ച് പറയണ കാര്യങ്ങൾ പോലും PDയിൽ മാത്രമല്ല സാർ ഇത് നിൽക്കുന്നത്. നിങ്ങളുടെ PDയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസറിന്റെ പേര് ഞാൻ പറയത്തില്ല, PDയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ തന്നെയാണ് ഇത് നമുക്ക് എത്തിച്ചു തന്നത്. ഓക്കെ, ഐ എം കൺവിൻസ്ഡ്. ഓക്കെ, ആക്ച്വലി ഞാൻ എന്നാ ടോക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു? ഓക്കെ, ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് ദിസ്. ഓക്കെ, കാരണം ഇത് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ടോക്ക് ചെയ്യുന്നത് പറഞ്ഞത്. കാരണം ഇത് എങ്ങനെ ലീഡ് ചെയ്ത് പോകുന്ന എനിക്കൊരു ഡൗട്ടായിരുന്നു. കാരണം ഇതിപ്പം DOJ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്, മിസ്റ്റർ എക്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ ആരെ കയ്യിൽ നിന്ന് എന്ത് കമ്മ്യൂണിക്കേഷൻ പുറത്തോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതാണോ പുറത്ത് പോകുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് എത്തുമ്പോഴത്തേക്ക് അവർ പറയുന്ന രീതിയും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അന്ന് നമ്മൾ അവിടെ ഒരു അറസ്റ്റ് വാറന്റ്, എന്തായാലും ഇപ്പം അറസ്റ്റ് വാറന്റ് കേസൊക്കെ അറിഞ്ഞല്ലോ. അന്ന് അവിടെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ ഒരു ബിസിനസ് ഏരിയയിൽ ഗണ്ണെടുത്ത്, അതും ബാൻഡ് ചെയ്തിട്ടുള്ള എയർ വെപ്പൺ എടുത്ത് ഫയർ ചെയ്തതിന്റെ കേസിൽ മാത്രമാണ്. സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ സാർ, ഒന്ന് ആലോചിച്ച് നോക്കിയാ നമ്മളൊരു ഓപ്ഷന് പോകുന്ന സമയത്ത് ലൈക്ക് അതൊരു ആർക്കും ഹാം ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങളെ പോലത്തെ PD ഓഫീസേഴ്സിന് ജസ്റ്റ് ഒന്ന് അലോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അവിടെ വലിയ സംഭവം ഒന്നും നടന്നില്ല. ID കാർഡ്സിന്റെ കേസാണോ? ID കാർഡ്സിന്റെ അതാ പരച്ചത് സാർ ഞാൻ പറയണത്. ഭയങ്കര അതായത് ആ ദിവസം TVയിലെ ബാക്കിയുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അവൈലബിൾ ആവേണ്ട ഒരു ഡേ ആയിരുന്നു. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അവൈലബിൾ ആവാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഒരു ഓപ്ഷൻ പോയി മാനേജ് ചെയ്യുന്നതിന് പകരം
പുള്ളി അവൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ടുപേരെ അവിടെ കൊണ്ടുപോയി. ആ ഒരു രീതിയിൽ അങ്ങനെ കൊണ്ടുപോയി. കാരണം ഒരു ഓപ്ഷൻ പോലെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിരുന്നു സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് രണ്ടുപേരെ കൊണ്ടുപോയത്. അവിടെ അത് ഒരു രീതിയിലും ആ ഒരു സിറ്റുവേഷനെ അഫക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്പോയിൽ ചെയ്യുന്നതോ ഹാം ചെയ്യുന്നതോ ആയിട്ട് യാതൊരു വിധമൊന്നും ഇല്ല അവിടെ. അപ്പോൾ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പീരീഡ് എടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ പീഡിക്കൊന്ന് അലോ ചെയ്ത് കൊടുത്തൂടെ സാർ? അതൊക്കെ എന്താണ് നമ്മളല്ലാതെ ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഇവിടെ വന്ന് സാർ ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ വണ്ടി മാറ്റാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ പീഡിക്ക് വേണേൽ ഹാർഷായിട്ടൊക്കെ സംസാരിക്കാം, അല്ലെ അങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാം. ഇത് അവൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ഇത് റൂൾ ഈസ് റൂൾ, ഓക്കെ ശരിയാണ് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അവിടുത്തെ സംസാര രീതിയും അത്ര കറക്റ്റ് അല്ലായിരുന്നല്ലോ പരസ്യന്ത് സാർ. അവൻ അത്രയും ലാസ്റ്റില് ട്രിഗർ ഔട്ട് ആയിട്ടാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വണ്ടി ഇടിച്ചത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് സാർ, അത് അവർ അക്സെപ്റ്റ് ചെയ്യണം. ലൈക്ക് അല്ലെങ്കിൽ അതിനുള്ള ഇതെന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. അത് അവർ ചെയ്തില്ല. അത് ചെയ്യാത്തതിൻ്റെ കൊണ്ടാണ് അതിന്റെ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് അവൻ തോക്കെടുത്ത് വെടിവെച്ച് ഇട്ടത്. കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഞാൻ പറയാം അവിടെ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ അറിയാത്തൊരു പാർട്ട് ഇതിനകത്തുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല. അന്ന് അവിടെ നടന്ന 3 മിസ്റ്റേക്സുകളായിരുന്നു പീഡിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കേസ് ID കാർഡ് 10 മണിക്ക് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷവും ബാക്കിയുള്ള ആളുകൾക്ക് ഇവർ ID കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ ചന്ദ്രനും അലീനയും വന്നപ്പോഴത്തേക്ക് അതേ ടീം ID കാർഡ് കൊടുക്കാതെ അതേ സെയിം ടീം ID കാർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നു. സോ ഒബ്വിയസ്ലി ഒരു സിറ്റിസൺ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ആരായിരുന്നാലും ഇപ്പം ഞാൻ തന്നെ ആയിരുന്നാലും അവിടെ ID കാർഡ് എനിക്ക് റിജക്ട് ചെയ്തിട്ട് അതേ ടീം ഇവിടെ നിന്ന് പറയുന്നു ID കാർഡ് ഇല്ലാതെ എന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല എന്ന്. ഒബ്വിയസ്ലി അത് ആർക്കായാലും ദേഷ്യം വരും. അത് എനിക്കാണെങ്കിൽ പോലും ദേഷ്യം വരും. കാരണം ഞാൻ തന്നെ ID കാർഡ് കൊടുക്കേണ്ട ആൾ ഞാൻ തന്നെ പറയുന്നു ID കാർഡ് തരാൻ പറ്റില്ലെന്ന്. അപ്പുറത്തെ സ്ഥലത്ത് വന്നിരുന്ന് പറഞ്ഞു സാറേ ID കാർഡ് അവിടെ നിന്ന് ചോദിക്കും. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ സാർ, ID കാർഡിന്റെ കേസ് മനസ്സിലാവും, അതൊരു റൂളാണ്. നിങ്ങളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ചിലപ്പോൾ മിസ്റ്റർ എക്സിന്ന് ഇത് തന്നിട്ടുണ്ടാവും അങ്ങനെ ആണെങ്കിലും ഞാൻ പക്ഷെ പറയണതല്ല, വണ്ടി ഇടിച്ചിട്ട് അറ്റ്ലീസ്റ്റ് സാർ ഞാനൊരു വണ്ടി തട്ടിയാൽ ബാക്കി കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ 3 തെറ്റുകളുണ്ടെന്ന്. അതിൽ ഒന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. സെക്കൻഡ് തിങ്, അതിനകത്തിരുന്ന ഓഫീസർ ഒരാള് വണ്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഓക്കെ, അയാള് പുറകിലോട്ട് തിരിഞ്ഞു പോലും നോക്കാതെ അതിനകത്തിരുന്ന ഒരാള് പറഞ്ഞു എന്താണ് ഒരാളും കൂടെ കയറ്റാനുണ്ടെന്ന് പറഞ്ഞപ്പോ സഡൻ ആയിട്ട് റിവേഴ്സ്. ഓക്കെ, അതായത് പുറകിൽ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും ചെക്ക് ചെയ്യാതെ അയാൾ എന്ത് ചെയ്തു, സഡൻ ആയിട്ട് റിവേഴ്സ് എടുത്തു. അയാളുടെ ഭാഗത്താണ് തെറ്റ്. അയാൾ റിവേഴ്സ് എടുത്ത് തൊട്ട് പുറകിലുള്ള വണ്ടിയെ തട്ടിക്കഴിഞ്ഞ ഒരു മിനിമം ലെവലില് ഒരാളോട് സോറി പറയുക അയാളുടെ പേഴ്സണൽ തിങ് ആണ്. അയാളുടെ കാരണമായിട്ടാണ് ഉണ്ടായത്. അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് ആ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. കാരണം പുള്ളി എന്ന് പറയുന്ന വ്യക്തിയുടെ തെറ്റാണ്, അല്ലാതെ ഒരു ഓർഗനൈസേഷൻ തെറ്റാകുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, പോലീസ് വന്ന് ഇടപെട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മണിയൊക്കെ കൊടുക്കേണ്ട ആവശ്യം. കാരണം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളി അത് ഹാൻഡിൽ ചെയ്യണമായിരുന്നു. ആ ഓഫീസർ ഇറങ്ങി അവിടെ ഹാൻഡിൽ ചെയ്യണമായിരുന്നു. അത് പോരാത്തതിന് അവിടെ നിന്ന മാഡം ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയെ പറഞ്ഞു വിടുകയും ആ സിറ്റുവേഷനെ വേറെ ഓഫീസേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും. അത് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ്, അവിടെ വന്ന് സംസാരിച്ച ഒരു ഓഫീസർ അവിടെ നിൽക്കുന്ന സിറ്റിസൺസിന്റെ കാര്യങ്ങളെ പകുതി പോലും അറിയാതെ ആ പുള്ളി എന്ത് ചെയ്തു, അവിടെ കിടന്ന് ഷൗട്ട് ചെയ്തു, ചുമ്മാ ഇരുന്ന സിറ്റുവേഷനെ എസ്കലേറ്റ് ചെയ്തു. സോ ഒബിയസ്ലി അപ്പുറത്ത് നിൽക്കുന്ന പേഴ്സൺ, അത് X or Y ആരും ആയിക്കൊണ്ടോട്ടെ, അയാൾ ഓൾറെഡി പീഡിയുമായിട്ടൊരു കേസിൽ അയാൾ ടോട്ടലി ഇറിറ്റേറ്റഡ് ആണ്. സെക്കൻഡ് തിങ്, അയാളുടെ വണ്ടി കൊണ്ടുവന്ന് പീഡിക്കാരി തന്നെ മനഃപൂർവ്വം ഇടിക്കുന്നു. റിവേഴ്സ് എടുത്തോ ഇല്ല അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. വന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയെ പുറകിലോട്ട് വന്ന് ഇടിക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ വിചാരിക്കുന്നത് അവർ മനഃപൂർവ്വമായിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യാണെന്ന് വിചാരിക്കും. ബട്ട് സാർ സ്റ്റിൽ പുള്ളി ഇന്ന് യൂണിഫോം അല്ലേ? സോ ഇന്ന് യൂണിഫോമിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ടാണ് പറഞ്ഞേ ഐ ഓഫീസറിനെ ഒരിക്കലും പറഞ്ഞു വിടരുതായിരുന്നു ആ ഏരിയയിൽ നിന്ന്. അയാൾ കാണിച്ച തെറ്റുകൾ അയാൾ അവിടെ നിർത്തിയിട്ട് കാര്യങ്ങൾ ഇത്രയൊക്കെ മിസ്റ്റേക്ക് പേടിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ചന്ദ്രനെതിരെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അത് ഇഷ്യൂ ചെയ്തതിന്റെ റീസൺ എന്ന് പറഞ്ഞത് ഒരു പബ്ലിക് പ്ലേസ് ആണ്, ഓപ്ഷൻ ഏരിയ ആണ്, സിറ്റിസൺ സൈഡിൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തത്. കാരണം മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് കംപ്ലൈന്റ് വന്നു. ഓക്കെ, കാരണം ഓപ്ഷൻ ഏരിയക്കകത്ത് വെപ്പൺസ് അലൗഡ് ആയിട്ടിന് പോലും പുള്ളിക്കാരൻ വെപ്പൺസ് കൊണ്ടുവന്നു അവിടെ വെടിവെച്ചു. വേറെ ഒരു കേസും ഞങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല പുള്ളിക്കെതിരെ. പിന്നെ ഈ പറഞ്ഞ 2 ഓഫീസേഴ്സ്, ഈ ഒരു ഓഫീസറിനെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അയാളെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലോട്ട് മാത്രം മാറ്റി, ആ വണ്ടി ഡ്രൈവ് ചെയ്ത് ഇഷ്യൂ ഉണ്ടാക്കിയ ആളെ. രണ്ടാമത് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ മിസ്റ്റർ തങ്കപ്പൻ സ്റ്റീവ്, പുള്ളിയെ സസ്പെൻഡ് ചെയ്തു ഇമ്മീഡിയറ്റ് ആയിട്ട്. 5 ദിവസം പുള്ളി ഇപ്പോഴും സസ്പെൻഷനിലാണ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. ആക്ച്വലി
ഇല്ല സാറേ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഇപ്പോഴും സ്റ്റിൽ ഞങ്ങൾ പറയാണ് സാർ, ഞങ്ങളുടെ സൈഡിൽ അൺഫെയർ ആണ്. കാരണം ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരാൾ ഗണ്ണെടുത്ത് ഫയർ ചെയ്ത കേസ് മാത്രം PD എന്താ ഇത്രയും എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോയത്? ബാക്കിയുള്ളതൊക്കെ വളരെ നെഗ്ലിജിബിൾ ആയിട്ട് കളഞ്ഞില്ലേ? സാർ തന്നെ ഇത്രയും നിങ്ങളുടെ മിസ്റ്റേക്സ് അഡ്മിറ്റ് ചെയ്തിട്ടും ചന്ദ്രനെതിരെ ഒരു വാറന്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അൺഫെയർ ആണ് സാർ. അത് നമുക്ക് ഞാൻ ഭരചന്ദ്ര സാറിന്റെ അടുത്താണെങ്കിൽ പോലും അല്ലെ ബാക്കിയുള്ള സാറിന്റെ അടുത്താണെങ്കിലും മേഡത്തിനാണെങ്കിലും ഞാൻ അത്രയും ഇതായിട്ടാണ് സംസാരിക്കണേ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിയുമ്പോൾ അത് കൺസിഡർ ചെയ്യാൻ ഒരു ഇല്ല, ഭരചന്ദ്ര സാർ ഒന്ന് കൺസിഡർ ചെയ്യണം, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇതിൽ കൂടുതൽ നമ്മൾ ഇതൊരു ഈ ഒരു ചന്ദ്രന്റെ ഇഷ്യൂ ഞങ്ങൾ സോൾവ് ചെയ്യാൻ ഞങ്ങൾ PD-യിലോട്ട് വരത്തില്ല ഭരചന്ദ്ര സാർ. നിങ്ങൾക്ക് ചന്ദ്രനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ അടിച്ചിട്ടിട്ട് കൊണ്ടുപോകണം, അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു രീതിയല്ല. കാരണം ഇവിടെ നമുക്ക് വേണ്ടത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി തീർക്കുക എന്നുള്ളതല്ല. നമുക്കിത് നാളെ ഒരാൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യരുത്, അത് മാത്രമേ ഉള്ളൂ എനിക്കൊരിത്. കാരണം ഒരു ഓപ്ഷൻ ഏരിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഏരിയക്കകത്ത് ആളുകൾ വളരെ വിശ്വാസത്തോടെ വരുന്നത് അവിടെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. ഞാനൊരു കാര്യം നമ്മള് മിസ്റ്റർ എക്സിന് ആയിട്ടുള്ള നമ്മുടെ ഇപ്പൊ ഗാങ്സിന്റെ ബന്ധവും അതുപോലെ തന്നെ നിങ്ങൾക്കും മിസ്റ്റർ എക്സ് ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാതെ. അപ്പോ അവരെ പോലത്തെ ആൾക്കാര് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെവർ എവർ അവിടെ പോയി അത് അലമ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ അടി ഉണ്ടാക്കുക, അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും നിൽക്കത്തില്ല. എല്ലാരും പുറത്ത് സാധനം നോക്കണേ. കാരണം ഇതിപ്പം നമ്മൾ കേസ് എടുക്കാനുള്ള മെയിൻ റീസൺ വാസു മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് മനസ്സിലായ അവരാണ് ഞങ്ങളടുത്ത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ. ഓക്കെ, PD-ന്ന് ഞങ്ങൾക്ക് അവിടെ ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടായി, അവരത് പറഞ്ഞു വിട്ടു, അവർ ഹോൾഡ് ചെയ്തു. പക്ഷേ ഞാൻ അവിടെ പോയി അത് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്നാണ് ഫസ്റ്റ് ഇത് വന്നേക്കുന്നത്. ഞങ്ങൾക്ക് അത് കേസ് എടുക്കണം എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ നിന്നത്. അതിനകത്ത് മിസ്റ്റർ ജോൺസിന അതുപോലെ അവരുടെ ഒരു ഗാർഡും കൂടെ ഉണ്ടായിരുന്നു ആക്ച്വലി. സോ ഈ രണ്ടുപേരുമായിട്ട് നമ്മളോട് കംപ്ലൈൻറ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ എനിക്കിതിൻ്റെ A to Z അറിഞ്ഞാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഡേ ഫുള്ള് ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. എൻ്റെ കംപ്ലീറ്റ് ഓഫീസേഴ്സിനെ ഇൻവോൾവ് ആയ ആളുകളെയും വിളിച്ചു. എനിക്കിപ്പോൾ ഒരിക്കലും ഇത് വാസുവിൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ഒരു കേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. മനസ്സിലായി സാർ, നിങ്ങൾ എന്തായാലും സാർ അവരുടെ അടുത്തൊന്ന് സംസാരിക്കും. ഞാൻ ഇനി അങ്ങോട്ട് പോയാലേ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ബോസ് ആവും, അതുകൊണ്ട് ഞാൻ എന്തായാലും വണ്ടി എടുത്ത് ലീവ് ചെയ്യാം ഞങ്ങൾ. ഞാനിത് എന്തായാലും ബാക്കിയുള്ളത് ഞാൻ പറയാം. ഇതെന്തായാലും ഇപ്പോൾ പോട്ടെ, അത് വാസു സംസാരിച്ചു. എടാ വാ വണ്ടി എടുത്ത് നമുക്ക് തൽക്കാലം വാഹനം എടുത്ത് പോയി. ഈ സമയത്ത് എടുക്കണ്ട വാ. ഇവരെ ഞാൻ പറഞ്ഞേക്ക്, ചന്ദ്രൻ ഇല്ലാതെ ഈ സിറ്റുവേഷൻ നമുക്ക് എടുക്കണ്ട. ഇവന്മാരെ അടിക്കുമ്പോ ചന്ദ്രൻ വേണം. ജോക്കി വാ 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 ജോക്കി, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞേക്ക് വാ വാ പറഞ്ഞേക്ക്. അടിയാണോ? കേറാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതല്ലാതെ ഏതോ ഞാൻ അസൈൻ ചെയ്ത് ജസ്റ്റ് ലീവ് ഫ്രം ഹിയർ. സാദേവാ ഉച്ചിരി അടിച്ചതിനൊക്കെ നമ്മൾ വിട്ടു. അല്ല ജോക്കി ഞാൻ അതോടല്ല പറയണ ജോക്കി, എന്താന്ന് വെച്ചാ ഇവരെ അടിക്കുമ്പോ ചന്ദ്രൻ വേണം ജോക്കി. ചന്ദ്രനില്ലാതെ നമുക്ക് അതല്ല കൊണ പറഞ്ഞു കൊണ വെച്ച് പറഞ്ഞു. അല്ലല്ല, ഇതിനകത്ത് പീഡിക്കകത്ത് പ്രശ്നമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ജോക്കി. ഇപ്പൊ ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറയാം. ഇത് സിറ്റുവേഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ജോക്കി, ഇത് റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് ഗ്യാങ് സസ്പെൻഷനിലോട്ട് പോകും. ഞാൻ ഉറപ്പല്ല, 100 അല്ല 1000% ജോക്കിക്ക് ഞാൻ എഴുതി തരാം. കാരണം അതിനകത്ത് കുറെ പ്രശ്നമുള്ളവന്മാരുണ്ട്. അവന്മാര് ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് റൂൾ അതാണ് റൂൾ ഇതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരും. എന്നിട്ട് അത് ഗ്യാങ് സസ്പെൻഷനിലോട്ട് പോകും. അതിലും ഭേദം നമുക്കിപ്പോൾ ഇവന്മാരെ അടിക്കാൻ നല്ലൊരു വാലിഡ് റീസൺ ഉണ്ട്. കാരണം ചന്ദ്രനെതിരെയുള്ള വാറണ്ട് ഇവന്മാരെ ഒരു FRP വരാത്ത രീതിയിൽ അതുപോലെ എടുത്തിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇവന്മാർ അവിടെ പോയിരുന്നു, VC പോയിരുന്നു. വേറൊരു കാര്യമുണ്ട് ജോക്കി, PD കളിക്കാൻ ഇവിടെ ആൾക്കാർ കുറവാണ്. അപ്പൊ ലൈക്ക് ഓരോ സമയം പല ആൾക്കാരാണ്. അപ്പൊ ചൊറിയുള്ളവരാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്കെതിരെ എന്തെങ്കിലും വന്നിട്ട് ഇവിടെ ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ ഇവര് PD ഇറങ്ങി പോകും. PD കളിക്കുന്ന ആൾക്കാരും കുറവാണ്. TDS കണക്ട് ഇട്ടോടാ. ഇല്ല നീ TDSന്റെ ലീഡർ?
എടാ എന്നാ നീ ഇറങ്ങുമല്ലോ, ഞാനും കൂടെ ഇറങ്ങുവന്നു. സ്റ്റീവേ ജോക്കി സ്റ്റീവേ കുറച്ച് വെളിയിലോട്ടോ. കോച്ച്